ഹലോ ജീനിയസ് കമ്മ്യൂണിറ്റി. സോ എക്സാമിങ് എത്തി, നല്ല ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. സോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്നുള്ള ഡൗട്ടിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 5 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു പുഷ് തരാൻ വേണ്ടി പറ്റും. പുഷ് എന്ന് പറയുമ്പോൾ 99% അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 5 കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്താണ് 5 കാര്യങ്ങൾ എന്നല്ലേ? ഫസ്റ്റ് വൺ, ഡിവൈഡ് ആൻഡ് കോൺകർ. അതായത് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു വലിയ ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആയിരിക്കും. ആ ചാപ്റ്റർ ഫിസിക്സിലെ ആ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് വലിയ ചാപ്റ്ററാണ്. എന്നാൽ ജെഇക്ക് സ്ഥിരമായിട്ട് വരുന്ന ആ ഒരു ചാപ്റ്ററിലെ ജെഇക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓരോരോ ഫിക്സ്ഡ് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഏരിയാസിലെ ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കലോറിമെട്രി ആ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നിങ്ങൾക്കറിയാം. സോ കലോറിമെട്രി എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ ഏരിയ മാത്രം ഒന്ന് പഠിച്ചെടുക്കുക. സോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അത് കീഴടക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന സമയത്ത് ചെറുതാക്കി എടുക്കുക, എന്നിട്ട് അത് കീഴടക്കുക. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇനി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. സെക്കൻഡ് വൺ ഈസ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ ഡ്രീം അത് നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടാവണം മക്കളെ. അതാണ് ഭയങ്കര അതിൻ്റെ നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ നിങ്ങളെ എക്സാമിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് പുഷ് കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്വലൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താ ഈ വിഷ്വലൈസേഷൻ? നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളെ ഡ്രീം നിങ്ങളെ മുന്നിൽ കാണുന്നുണ്ടാവുമല്ലോ, നിങ്ങളെ പാരൻസിൻ്റെ കൂടെ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലേക്ക് ഫസ്റ്റ് ഡേ പോകുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നുള്ള അപ്രീഷിയേഷൻസ് ആലോചിച്ച് നോക്കി. ടീച്ചേഴ്സ് പറയുന്നു, നിങ്ങളെ ഫ്രണ്ട്സ് പറയുന്നു, പാരൻസ്, ഫാമിലി, റിലേറ്റീവ്സ്, എവരിവൺ എല്ലാവരും പറയുന്നു അടിപൊളിയായടാ നീ അവിടെ എത്തിയത് അടിപൊളിയായി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവും നമുക്കൊരു ഫീലില്ലേ. ആ ഫീൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതാണ് നിങ്ങളെ കൺമുന്നിൽ ഉണ്ടാവേണ്ടത്. ഇനിയുള്ള എക്സാമിലേക്കുള്ള ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് നിങ്ങളെ കൺമുന്നിലുണ്ടെങ്കിൽ ഒരു ദിവസം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വെറുതെ ഇരിക്കാൻ തോന്നില്ല. ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. നിങ്ങൾ ടോപ്പറായി തന്നെ ഓരോ ദിവസവും ഞാൻ ടോപ്പറായിക്കൊണ്ടേ പഠിക്കുകയാണെന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെൽഫ് മോട്ടിവേഷനും അതേപോലെ സെൽഫ് ഡെവലപ്മെൻറ്റും നിങ്ങൾക്ക് ഉണ്ടാവും. സോ സെക്കൻഡ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എന്താണത്? യെസ്, വിഷ്വലൈസേഷൻ. തേർഡ് വൺ, മേക്ക് ടാർഗറ്റ്സ്. അതായത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങളെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലുള്ളൂ, ഓരോ ദിവസവും എവരി വൺ ഈസ് ഡിഫറെൻറ്റ് അല്ലേ, എല്ലാവരും യുണീക്കാണ്, ഓരോരുത്തരുടെ രീതിയിൽ ഓരോരുത്തർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടാർഗറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വേറൊരാളുടെ പുഷിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട ഒരു പുഷാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് ഓരോ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് ഉണ്ടായേക്കാം, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടായേക്കാം. സോ നിങ്ങൾ എവിടെയാണോ വീക്ക്, ആ വീക്കുള്ളത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാനും സ്ട്രോങ്ങർ ആയിട്ടുള്ള ടോപ്പിക്ക് ഹെവി ആക്കി മാറ്റാനും നിങ്ങൾക്ക് പറ്റും ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ വളരെ കുറച്ച് ദിവസങ്ങളെ നിങ്ങളുടെ മുന്നിലുള്ളൂ. സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഓരോരോ ചാപ്റ്റേഴ്സ് എടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ലിമിറ്റ് നമുക്കറിയാലോ, ആ ലിമിറ്റിൽ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഇങ്ങനെ ടാർഗറ്റ്സ് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ, ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന് പുറമെ നമ്മൾ എക്സ്ട്രാ ടോപ്പിക്സ് കൂടി, കഴിഞ്ഞു പോയ ടോപ്പിക്സ് കൂടി നോക്കണമെന്നാണ് ഈ ടാർഗറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ലുക്ക് ഫോർ പാറ്റേൺ. ഈ ജെഇ എക്സാംസിൽ വളരെ സിംപിളി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരും വിട്ടുപോകുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് എന്ത്, പാറ്റേൺ. എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന ഈ കുറേ എക്സാംസ് നിങ്ങൾ റെഗുലറായിട്ട് എഴുതുന്നുണ്ട്, ജെഇ എക്സാംസ്. PYQs നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫിസിക്സിലെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ചോദ്യത്തിൻ്റെയും അവസാനം √x ഒരു വാല്യൂ വരാറുണ്ട്. എപ്പോഴും എക്സ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ ടൈപ്പ് ചോദ്യം നിങ്ങൾ ഫിസിക്സിലെ ഏത് ചാപ്റ്റർ എടുത്താലും ആ ഒരു ചോദ്യത്തിൻ്റെ പാറ്റേൺ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. സോ ആ പാറ്റേൺ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എക്സാമാണ് ജെഇ. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, വളരെ കെയർഫുള്ളി നിങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ കിട്ടും. എങ്ങനെയാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത് എന്നുള്ള പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ഈസി ആയിട്ട് മാറും 100%. എനിക്ക് അത്രയും ഉറപ്പുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ IIT ക്രാക്ക് ചെയ്ത മക്കൾ പറഞ്ഞ സജഷൻസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ. പാറ്റേൺ നോക്കിയാൽ മതി സാറേ, പാറ്റേൺ ക്യാച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാംസ് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ലുക്ക് ഫോർ ദ പാറ്റേൺ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് റിവിഷൻ. നിങ്ങൾക്കറിയാം, റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിടക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡേ ബൈ ഡേ ചാപ്റ്റേഴ്സ് മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് മറന്നു പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ
ഡേ ബൈ ഡേ നിങ്ങൾ റിവിഷൻ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എവിടെയാണോ നിങ്ങൾ വീക്ക് അത് നോക്കി നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ടാർഗറ്റ്സ് സെറ്റ് ചെയ്ത്, നമ്മൾ ഓൾറെഡി ടാർഗറ്റ് സെറ്റ് ചെയ്തു, ആ ടാർഗറ്റ്സിൽ തന്നെ എന്ത് ചെയ്യുക, റിവിഷൻ്റെ പ്ലാനും കൂടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ആവും. ടോപ്പറായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളെ പാറ്റേൺ നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ ടോപ്പർ എന്നുള്ള ഫീലും അതേപോലെ തന്നെ കോൺഫിഡൻസോട് കൂടിയായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങളെ മനസ്സിൽ വേണ്ടത് എല്ലാ GABസും വരുന്ന GABസിൻ്റെ കൂടെ തന്നെ എക്സാംസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ 5 പോയിൻറ്റ്സ് ഇനി നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ കോളേജിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.